അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റോസ്മലയിലേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 83 രൂപയാണ്. അത് കുറച്ച് കൂടുതലാണെന്ന് തോന്നി, എന്നാലും കുഴപ്പമില്ല, ഓക്കെ. അപ്പോൾ ഇതാണ് ഈ കയറി വരുന്ന വഴി. ഇപ്പോൾ ഇറങ്ങിപ്പോകുന്ന ആൾക്കാരാണ്. ഇതാണ് നമ്മുടെ റോസ്മല വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ വ്യൂ പോയിൻറ്റിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മുടെ യാത്ര വരുന്നത്. ഞാൻ ആദ്യം ഈ വ്യൂ പോയിൻ്റ് കാണിച്ചതെന്ന് വെച്ചാൽ, നമുക്ക് ഈ വ്യൂ പോയിൻ്റിനെക്കാളും ഇഷ്ടപ്പെട്ടത് ആ യാത്രയാണ്. ആ യാത്ര നോക്കുമ്പോൾ കാണാം, ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ആ വ്യൂ പോയിൻറ്റിലേക്ക് പോകുന്ന വഴി. കുറച്ച് മഴയും അതുപോലെ എന്തെങ്കിലും മഞ്ഞൊക്കെ ഉള്ള കാലാവസ്ഥയാണെങ്കിൽ നമുക്കൊരു അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ. കാരണം വരുന്ന വഴി മുഴുവൻ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയുള്ളൊരു ആംബിയൻസ് ആയിരിക്കും. എവിടെ വേണം നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് കാണാം. ഇത് കണ്ടില്ലേ, നല്ല മഴ പെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഫുള്ള് വെള്ളച്ചാട്ടങ്ങളാണ്. എല്ലാ സൈഡിലും നല്ല രീതിക്ക് വെള്ളമുണ്ട്, നല്ല ഫോട്ടോസ് എടുക്കാം. പിന്നെ ഇപ്പോൾ അത്യാവശ്യം കോൺക്രീറ്റ് ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ചെറിയ ആൾട്ടോ, സെലീറിയോ അങ്ങനെയുള്ള വണ്ടികളിൽ വരാം. നമുക്കിവിടെ റോസ്മല പോകാവുന്നതാണ്. അവിടെ ഫ്രണ്ടിൽ ജീപ്പുകളാണ്. ജീപ്പ് എടുക്കരുത്, അത്യാവശ്യം നല്ല റേറ്റായിരിക്കും. നമ്മുടെ സാധാരണ വണ്ടിയിൽ വരാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ നിർത്താം. നമ്മുടെ വണ്ടികളുടെയും നമ്മുടെയൊക്കെ നല്ല നല്ല ഫോട്ടോസ് എടുക്കാം. ഇവിടെ കണ്ടില്ലേ, ഇവിടെയൊക്കെ നിർത്തിയാൽ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം. അത് നോക്കാം. അത് കണ്ടില്ലേ, നമ്മുടെ വണ്ടിയുടെയും നമ്മുടെയൊക്കെ നല്ല നല്ല ഫോട്ടോസ് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇനി മഴയുള്ള ടൈം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ക്ലൈമറ്റുമാണ്. നമുക്ക് ഇടയ്ക്ക് മഞ്ഞും ഇറങ്ങുന്നുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ കാണുന്ന ഫിൽറ്ററൊന്നും ചെയ്തിട്ടുള്ള വീഡിയോ അല്ല. നോക്കുമ്പോൾ തന്നെ കാണാം ആ മഞ്ഞും നമ്മുടെ ഒരു നേച്ചറിൻ്റെ ഒരു ഫുൾ സിംഗിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ സൈഡിലൊക്കെ നിൽക്കുന്ന മരങ്ങൾ കണ്ടില്ലേ, അതിൻ്റെയൊക്കെ മണ്ണൊക്കെ ഇടിഞ്ഞ് ചിലപ്പം ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. കുറച്ച് റിസ്ക്കുമാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി യാത്രയായിരിക്കും മഴയത്ത് റോസ്മല എന്ന് പറയുന്നത്. ഇനി ബസ്സിൽ പോകണമെന്നുള്ളവർക്ക് അവിടേക്ക് ബസ്സുമുണ്ട്. അടുത്ത വീഡിയോയുമായി കാണാം.